So welcome back to the channel. So നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അൽഗോരിതം അനാലിസിസ് ആൻഡ് ഡിസൈൻ ആഡിൻ്റെ CST 306 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഓരോ മോഡ്യൂൾ വൈസ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതെന്ന് നോക്കാം. സോ ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ മെയിനായിട്ട് പഠിക്കാനുള്ളത് മെത്തേഡ്സ് ടു സോൾവ് റെക്കറൻസ് ഇക്വേഷൻസ്. 3 മെത്തേഡ് ഉണ്ട്. ആ 3 മെത്തേഡും ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ്. പിന്നെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ, ബിഗ് ഒ, ബിഗ് തീറ്റ, ഒമേഗ, ലിറ്റിൽ ഒമേഗ, അത് എസ്സേ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു എക്സ്പ്ലെയിൻ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇൻ ഡീറ്റെയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെസ്റ്റ് കേസ് എന്താണ്, വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി, ആവറേജ് കേസ് കോംപ്ലക്സിറ്റി, പിന്നെ ഉള്ളത് ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അനാലിസിസ് ഓഫ് അൽഗോരിതം അനാലിസിസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും ടോപ്പിക്സ് ആണ് മോഡ്യൂൾ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. മെയിനായിട്ട് പാർട്ട് ബിയിലൊക്കെ ചോദിക്കുന്നത് റെക്കറൻസ് ഇക്വേഷൻ മെത്തേഡ്സ് ആയിരിക്കും, അതുപോലെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ആയിരിക്കും. എ പാർട്ടിൽ പ്രതീക്ഷിക്കാവുന്ന ബെസ്റ്റ് കേസ്, വേഴ്സ്റ്റ് കേസ്, അതുപോലെ ടൈം കോംപ്ലക്സിറ്റിയും അനാലിസിസ് ഓഫ് അൽഗോരിതം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇനി മോഡ്യൂൾ 2 മെയിനായിട്ടുള്ളത് ഏവിയൽ ട്രീ റൊട്ടേഷൻ വരും. റൊട്ടേഷൻ ഉണ്ട്, അതേപോലെ എക്സാമ്പിൾസ്, ഏവിയൽ ട്രീയുടെ റൊട്ടേഷൻ എക്സാമ്പിൾസ് ഉണ്ട്. അതുപോലെ BFSൻ്റെ അൽഗോരിതം അനാലിസും എക്സാമ്പിൾ. നമുക്ക് 2 അൽഗോരിതമാണ് സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് പഠിക്കാനുള്ളത്. BFS ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും രണ്ടാമത്തെ ഡെപ്ത് ഫസ്റ്റ് സെർച്ചും. ഇത് രണ്ടിൻ്റെയും വിത്ത് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക, അൽഗോരിതവും പഠിച്ചു വയ്ക്കുക, ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ്, ടോപ്പോളജിക്കൽ സോർട്ടിങ് എന്താണ്. ഓക്കെ, ഇതിൽ പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് റൊട്ടേഷൻ ബേസ് ചെയ്ത്, ഏവിയൽ ട്രീ റൊട്ടേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ തന്നെ ഈ 2 അൽഗോരിതത്തിൽ ഏതെങ്കിലും ഒരു അൽഗോരിതവും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി മൂവിങ് ഓൺ ടു ദ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ തേർഡ് മൊഡ്യൂളിൽ മെയിനായിട്ട് കുറച്ചും കൂടെ ഡെപ്ത്, അതായത് ടോപ്പിക്സ് ഒരുപാടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉള്ള ഒരു മൊഡ്യൂളാണ്. മൊഡ്യൂൾ 3 മെയിനായിട്ട് നമുക്ക് 2 മെത്തേഡ് അവിടെ ഉണ്ട്. കൺട്രോൾ അബ്സ്ട്രാക്ഷനും ഉണ്ട്, ഡിവൈഡ് ആൻഡ് കോൺകോർ മെത്തേഡ് ഉണ്ട്. ഇതിൽ നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് പാർട്ട് ബിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന 2-3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് സ്ട്രെസ് ആൻഡ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, സ്ട്രെസ് ആൻഡ് അൽഗോരിതം ഫോർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ 2-വേ മെർജ് സോർട്ട് എന്താണ്, പിന്നെ ഗ്രീഡി അപ്രോച്ചിൻ്റെ അകത്ത് വരുന്ന ഫ്രാക്ഷണൽ സ്നാപ്സാക്ക് പ്രോബ്ലം. ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രാക്ഷണൽ സ്നാപ്സാക്ക് പ്രോബ്ലം ചിലപ്പോൾ പ്രോബ്ലമാറ്റിക് ആയിട്ടായിരിക്കും, ചിലപ്പോൾ തിയറി പ്ലസ് എക്സാമ്പിൾ വെച്ച് ഡീറ്റെയിലിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും. പിന്നെ ഉള്ളത് നമുക്ക് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനുള്ള ക്രസ്കൽസ് അൽഗോരിതം, അതുപോലെ സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാനുള്ള ഡൈക്സ്ട്രാസ് അൽഗോരിതം. സോ ഈ അൽഗോരിതങ്ങളെല്ലാം മാക്സിമം പഠിക്കണം. അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും, ഗ്രാഫ് തന്നിട്ട് ചിലപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയൊക്കെ വരും. സോ അൽഗോരിതം എഴുതിയിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുക, എന്നിട്ട് അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. എങ്ങനെയാണ് ഡൈക്സ്ട്രാസ് അൽഗോരിതത്തിൽ മിനിമം കോസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ മൊഡ്യൂൾ 3 ഓവറോൾ ഇതാണ് മെയിനായിട്ട് വരുന്നത്. ഇനി മൂവിങ് ഓൺ ടു മോഡ്യൂൾ 4 മെയിനായിട്ടുള്ളത് ഒപ്റ്റിമാലിറ്റി പ്രിൻസിപ്പിൾ, ഡൈനാമിക് പ്രോഗ്രാമിംഗ്. ഈ 2 കോൺസെപ്റ്റും പഠിച്ചിരിക്കുക. പാർട്ട് എയിലും അതേപോലെ പാർട്ട് ബിയിലും ഒരുപോലെ ചോദിക്കുന്നതാണ്. ഒപ്റ്റിമാലിറ്റി പ്രിൻസിപ്പിൾ എന്താണ്, അതുപോലെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ, അതിൻ്റെ അൽഗോരിതം അനാലിസിസ് വിത്ത് എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലമാറ്റിക് ആയിട്ട് ചോദിക്കാം, എക്സ്പ്ലനേഷൻ ആയിട്ടും ചോദിക്കാം. ഓക്കെ, പിന്നെ മൊഡ്യൂൾ 4 ഒരൊറ്റൊരു അൽഗോരിതം പഠിക്കുകയുള്ളൂ. അത് ഫ്ലോയ്ഡ് വാർഷൽ അൽഗോരിതമാണ്. ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്ന ഒരു അൽഗോരിതമാണ് ഫ്ലോയ്ഡ് വാർഷൽ അൽഗോരിതം. അതിൻ്റെ അനാലിസിസ് എങ്ങനെയാണ്, ഈ അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി, ആ ഒരു അൽഗോരിതത്തിലുള്ള ടൈം കോംപ്ലക്സിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അനലൈസ് അതേപോലെ എക്സാമ്പിൾ വിത്ത് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ബാക്ക് ട്രാക്കിങ്ങിൽ വരുന്നത് എൻക്യൂൻസ് പ്രോബ്ലം ആണ്. എൻക്യൂൻസ് പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് ജസ്റ്റ് പ്രോബ്ലം ആയിട്ട് വേറെ സ്പെസിഫിക് ആയിട്ട് തരത്തില്ല. എൻക്യൂൻസിൽ 8ഉം 4Qനും 8Qനേ ഉള്ളൂ. കൂടുതലും 4Qനാണ് ചോദിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ 4Q പ്രോബ്ലം ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ട്, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരുപാട് ടൈം എടുക്കും ചെയ്യാനായിട്ട്. അതായത് ഒരു വലിയൊരു പ്രോബ്ലം ആണ്. അതായത് ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ ഒരു സെയിൽസ്മാൻ ഉണ്ടാവും. അയാൾക്ക് ഒരു സിറ്റിയിൽ നിന്ന് പല സിറ്റിയിലോട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ
എല്ലാ സിറ്റിയിലും ഒരുപാട് സിറ്റീസ് ഉണ്ടെങ്കിൽ ആ n നമ്പർ ഓഫ് സിറ്റീസും അയാൾ എക്സാക്ട്ലി വൺസ് എങ്കിലും വിസിറ്റും ചെയ്തിരിക്കണം. ഇയാൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത ജേർണി അവിടെ തന്നെ തിരിച്ച് വന്നിരിക്കുകയും വേണം. ഇതാണ് അതിൻ്റെ ഓവറോൾ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു അൽഗോരിതം ബേസ് ചെയ്ത് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതൊരു 8 മാർക്കിനൊക്കെ ആണെങ്കിലും അത് അറ്റൻഡ് ചെയ്യാനായിട്ട് അതായത് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒരുപാട് മെട്രിക്സ് വരച്ച് മെട്രിക്സ് ആണ് വരുന്നത്. മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോബ്ലമാണ്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണ്, ട്രാവലിംഗ് സെയിൽസ്മാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5 അധികം ടോപ്പിക്സ് ഒന്നും ഇല്ല, തിയറി പാർട്ടിയാണ് കൂടുതലായിട്ടുള്ളത്. തിയറിയിൽ ഒന്ന് റാൻഡമൈസ്ഡ് ക്വിക്ക് സോർട്ട് എന്താണ്, പിന്നെ പി എൻ പി സി അത്, പിന്നെ അപ്രോക്സിമേഷൻ അൽഗോരിതം, ഗ്രാഫ് കളറിംഗ് അതുപോലത്തെ ടോപ്പിക്സ് ഒക്കെയാണ് ഉള്ളത്. ബിൻ പാക്കിംഗ് ഒക്കെ ആയിരിക്കും. ബിൻ പാക്കിംഗ് മൊഡ്യൂൾ 5 ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോ ബിൻ പാക്കിംഗ് എന്താണ്, ഗ്രാഫ്, പിന്നെ എൻ പി സി ഇതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ ഫൈൻ. സോ ഇത്രയും ടോപ്പിക്സ് ആണ് അൽഗോരിതം അനാലിസിസ് ആൻഡ് ഡിസൈനിൽ ഓവറോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ്. ഓക്കെ.